ഹായ് ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്താണ് ഫ്രീലാൻസിങ്, അത് എങ്ങനെയായിരിക്കണം, അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ അത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു ഫ്രീലാൻസിങ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ സർവീസ് എന്ന് പറയുന്നത് വേറെയുള്ള ആളുകളെ അത് അവരുടെ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ട് നോക്കേണ്ടതാണ്. എന്നിട്ട് ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് ഫ്രീലാൻസിങ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള കുറച്ച് സ്കില്ലുകളെ കുറിച്ചാണ്. അതായത് നിങ്ങൾ ഏത് പഠിച്ചാലാണ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഫ്രീലാൻസിങ് ജോബ് ചെയ്യാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ നല്ലൊരു ഹൈ ഇൻകം സ്കില്ല് ഏതാണെന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അതിലിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഒരു 2-3 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ അതിലിപ്പോൾ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇപ്പോൾ ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്ററാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ മാനേജർ, അതുപോലെ SEO അനലിസ്റ്റ്, പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുമ്പോൾ നമുക്ക് അതിലുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് അതിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വയം ഫ്രീലാൻസ് ആയിട്ട് നല്ല ക്ലയൻസ് നമ്മളെ തേടി വരാനുള്ള ചാൻസ് നമുക്ക് ഒരുപാടുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഗൂഗിൾ മൈ ബിസിനസിൻ്റെ പ്രൊഫൈല്, അതേപോലെ തന്നെ പിന്നെ വെബ്സൈറ്റ്, ഇതൊക്കെ നമുക്ക് നിർബന്ധമാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ആളുകൾ നമ്മളെ സെർച്ച് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരാനും നല്ല ക്ലയൻസ് വരാനും അതിലൂടെ തന്നെ നല്ല റിസൾട്ട് നമുക്ക് അവർക്ക് കൊടുക്കാനും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വരുമാന മാർഗ്ഗമാണ് എന്ത് പറയുന്നത് ഈ ഫ്രീലാൻസ് വഴി ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്താൽ നല്ലൊരു വരുമാന മാർഗ്ഗം തന്നെയാണ് ഉണ്ടാവുക. പിന്നെ നമുക്ക് വരുന്നത് വെബ് ഡെവലപ്മെൻ്റ് ആണ്. വെബ് ഡെവലപ്മെൻറ്റ് നമുക്കറിയാം, ഇപ്പോൾ അതിലും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നല്ല ഒരു തരത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാനും എല്ലാം കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതേപോലെ ഫ്രീലാൻസ് ആയിട്ട് വെബ് ഡിസൈനിങ്ങിൻ്റെ വർക്കുകൾ എടുത്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് UI/UX ഡിസൈനിങ്, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വെബ് ഡിസൈനിങ്ങിൽ നമ്മൾ കോഡിങ് ഉപയോഗിച്ച് വെബ് ഡിസൈൻ ചെയ്ത് എടുക്കുന്ന പ്രോസസ്സ് അല്ലാതെ ആ വെബ്സൈറ്റ് എങ്ങനെ ആയിരിക്കണം എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് UI/UX ഡിസൈനിങ് എന്ന് പറയുന്നത്. ആ ഒരു ഡിസൈനിങ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ടും അല്ലാതെയും എന്ത് ചെയ്യാം, നല്ല ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേപോലെ വരുന്നതാണ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ കാണുന്ന പോസ്റ്റേഴ്സ്, ലോഗോ ഡിസൈനിങ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗ്രാഫിക് ഡിസൈനിൽ ഉൾപ്പെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് അതിൽ വരുന്നതാണ് വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഹൈ ഡിമാൻഡ് ഉള്ള ഒരു സ്കില്ലാണ്. എവിടെ നോക്കിയാലും നല്ല വീഡിയോസാണ് ഉള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് റീൽസിനാണ് പ്രാധാന്യം സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ വീഡിയോ എഡിറ്റേഴ്സിൻ്റെ പ്രാധാന്യം അവിടെ കൂടുകയാണ്. പിന്നെ അതേപോലെ യൂട്യൂബ് വഴി ഒരുപാട് വീഡിയോസ് ബിസിനസ്സുകാരെ തന്നെ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, വണ്ടികൾ വിൽക്കുന്നത് വരെ ഇപ്പോൾ റീൽസ് വഴിയും യൂട്യൂബ് വഴിയാണ്, അതായത് യൂസ്ഡ് കാർസൊക്കെ. പറയാം, അത്രയും ഡിമാൻഡുള്ള ഒരു സ്കില്ലാണ് ഈ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത് പഠിക്കണം എന്നൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും റീപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും.